മമ്മൂക്ക വളരെ സൗന്ദര്യമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ മുഴുവൻ മായച്ചു കളഞ്ഞിട്ട് ഒരു വികൃത രൂപത്തിലൊക്കെ ചില സിനിമകൾ ചെയ്തു. കൊട്ടാരക്കര ശ്രീധരൻ നായരൊക്കെ ചെയ്ത വേഷങ്ങൾ പറയുന്നത് അഹങ്കാരമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്തിയില്ല. താങ്കളുടെ ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ട് മറുപടി അറിയാം. ഈ സംസ്കൃതി ഏതെങ്കിലും ഒരു ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ SI പറയുമ്പോൾ നമുക്ക് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എന്ന് പറയില്ല. രാവിലെ തൊട്ട് 24 മണിക്കൂർ 30 ദിവസവും ഡ്രഗ്സ് ഉപയോഗിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് നടക്കുന്ന ഒരാളെ നമുക്ക് പലപ്പോഴും കാണാൻ വലിയ പ്രയാസമാണ്. ദർ ഇസ് ആൻ ഇൻ്റർവ്യൂൽ മസ്റ്റ് ബി, അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് സിക്കായി തീർന്നു പോകും. ഒത്തിരി സഹോദരന്മാരും ചേട്ടന്മാരും എനിക്ക് 25 വർഷം കൊണ്ട് സമ്പത്തായിട്ടുണ്ട്. അവർക്കൊരു പ്രയാസം വന്നാൽ അവരുടെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തന്നെ അവർ നമ്മളെ വിളിക്കും, പങ്കിടും. ബെഡ്റൂമിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് കഥാപാത്രം നല്ല വില കൂടി നല്ല സാരിയൊക്കെ ഇട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിൽ താങ്കളുടെ മമ്മിയോ ഒന്നും അങ്ങനെ ഒരു കാഴ്ച നമ്മളുടെ വീട്ടിൽ കാണാൻ പറ്റില്ല. ഹേ ഹലോ, ദിസ് ഇസ് സൂരജ് യാർ. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് നല്ല സീരിയൽസ്, ഒരുപാട് നല്ല സിനിമകൾ, നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് നല്ല കണ്ടന്റുകളിലൂടെ, അതുപോലെ തന്നെ പ്രേക്ഷക മനസ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ TV വെച്ചാൽ തന്നെ സ്ക്രീനിൽ പോയാൽ തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകളുടെ ഭാഗമായ ഒരു ആക്ടറാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഹി വി ജോയിനിങ് വിത്ത് മോഹൻ ഐരൂർ. ഹായ് സർ. ഹായ്, നമസ്കാരം. മിനി സ്ക്രീൻ, ബിഗ് സ്ക്രീൻ, രണ്ട് ഫീൽഡിൽ ഈ രണ്ട് സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ മോഹൻ ആസ് ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ സാറിന്റെ ഒരു ആർട്ടിസ്റ്റിക് കഴിവുകൾ പുറത്തു വെക്കാൻ പറ്റിയത് മിനി സ്ക്രീനാണോ ബിഗ് സ്ക്രീനാണോ ഞാനിപ്പോൾ ചോദിച്ചാൽ സാറിന്റെ ഒരു ആൻസർ എന്തായിരിക്കും? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, ബട്ട് ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. യെസ്, ഇറ്റ് ഈസ്. അത് രണ്ടും, ഈ മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതുപോലെയാണ് ഇതിന് വളരെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ വളരെ വിസ്തൃതിയിൽ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു പ്രതലമാണ് സിനിമ. വേറെ ഇത് സീരിയലിൽ അത് കുറച്ചുകൂടി ചെറിയൊരു പെട്ടിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനകത്തൊരു സീരിയലിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സീരിയലിൻ്റെ അഭിനയത്തിൻ്റെ ഒരു രീതി ഞങ്ങൾക്ക് തന്നെ അറിയാം. ഒരു ഇത്തിരി പൊടിക്ക ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ ലിറ്റിൽ ബിറ്റ് എക്സാജറേറ്റഡ്. അതാണ് ആളുകൾക്ക്, അതാണ് ഇഷ്ടം. അതായത് എല്ലാവർക്കും എന്നുള്ളതല്ല, മഹാഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ കണ്ട് ശീലിച്ച് വന്ന ഒരു പാറ്റേൺ ആണ്. അതിപ്പോൾ നമ്മളുടെ മലയാളത്തിൽ തന്നെയല്ല, നമ്മളിപ്പോൾ തമിഴ് എടുത്തു കഴിഞ്ഞാലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും ഒരു പോയിന്റ് മുമ്പിലോട്ട് നിൽക്കുന്നൊരു പ്രവണത ഉണ്ടത്. പക്ഷേ സിനിമയിൽ അത് സാധാരണ ആരും സമ്മതിക്കില്ല. കാരണം കുറച്ചുകൂടി റിയലിസ്റ്റിക് അപ്രോച്ചാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ബെഡ്റൂമിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് വരുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് കഥാപാത്രം ഐലാഷൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൗഡറൊക്കെ എല്ലാം ചെയ്ത് നല്ല 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 വില കൂടി നല്ല സാരിയൊക്കെ ഇട്ട് വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിൽ താങ്കളുടെ മമ്മിയോ ഒന്നും അങ്ങനെ ഒരു കാഴ്ച നമ്മളുടെ വീട്ടിൽ കാണാൻ പറ്റില്ല. അപ്പം നമ്മളോട് നല്ല പ്രേക്ഷകർ, സിൻസിയറായിട്ടുള്ള പ്രേക്ഷകർ ചോദിക്കും, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ്, എങ്ങനെ വരണമെന്നുള്ളത്. ഇതൊരു ബിസിനസ്സും കൂടിയാണല്ലോ. അപ്പോൾ ഇത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്കൊരു വലിയ സ്റ്റഡിയുണ്ട്. ആ സ്റ്റഡിയുടെ പുറത്താണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത്. ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ നമ്മൾ പറയണേ ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സീരിയലിൽ അഭിനയിക്കൂ എന്നുള്ള തീരുമാനം എടുക്കണം. അല്ലെങ്കിൽ സിനിമയിൽ തന്നെ നമ്മൾ റിയലായിട്ട് കാണുന്നതല്ലേ. ഇപ്പോൾ രാവിലെ തൊട്ട് 24 മണിക്കൂർ 30 ദിവസവും പിന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച് കഞ്ചാവ് ഉപയോഗിച്ച് നടക്കുന്ന ഒരാളെ നമുക്ക് പലപ്പോഴും കാണാൻ വലിയ പ്രയാസമാണ്. ദർ ഇസ് ആൻ ഇൻ്റർവ്യൂൽ മസ്റ്റ് ബി, അല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് സിക്കായി തീർന്നു പോകും. പക്ഷേ സിനിമയിൽ ചില കഥാപാത്രങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവർ 24 hours ഇത് തന്നെയാണോന്ന്. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്, സിനിമാറ്റിക്കാണത്. അപ്പോൾ അതുപോലെ തന്നെ സീരിയലിലും അങ്ങനെ തന്നെ ഒരു സംഭവമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ ബന്ധങ്ങളുടെ കാര്യത്തിൽ സീരിയലിൻ്റെ രംഗത്ത് തീക്ഷ്ണമായ ബന്ധങ്ങളാണ്. അതായത് ഒരു പ്രൊജക്റ്റ് 3 വർഷം 4 വർഷമൊക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന അഭിനേതാക്കളുടെയും അവരുടെ മക്കളുടെയും അവരുടെ അച്ഛനമ്മമാരുടെയും പോലും ഒരച്ഛൻ സുഖമില്ല വീട്ടിൽ കിടക്കുകയാണെങ്കിൽ ആ നടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രയാസം അയാളെ പിന്തുടരുന്നുണ്ട്. നമ്മളിരുന്ന് വിശ്രമങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾ തുറന്നു പറയും, എൻ്റെ അച്ഛന് സുഖമില്ലായിട്ട് 1.5 വർഷമായി, അല്ലെ എൻ്റെ മകൻ പഠിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കിടാൻ വർഷങ്ങൾ കൊണ്ട് നമ്മൾ ബന്ധുക്കളായി മാറുകയാണ്. എൻ്റെ സഹോദരനോ സഹോദരിയായിട്ട് മാറുന്ന ഒരു വലിയ അനുഭവമാണ്. അങ്ങനെയുള്ള ഒത്തിരി സഹോദരന്മാരും ചേട്ടന്മാരും എനിക്ക് 25 വർഷം കൊണ്ട് സമ്പത്തായിട്ടുണ്ട്. അവർക്കൊരു പ്രയാസം വന്നാൽ അവരുടെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ തന്നെ അവർ നമ്മളെ വിളിക്കും, പങ്കിടും, എന്താ എവിടെയാണ്. അപ്പോൾ നമുക്കറിയാം അത് ഒരിക്കലും സിനിമയിൽ 10, 40, 50, 60, 70 ദിവസം കൊണ്ട്
ആ ഒരു സിനിമ തീർന്നു. തീർന്നു. പിന്നെ വേറൊരു സിനിമയിലേക്ക് പലരും പല വഴിക്ക് പോകുന്നു. സീരിയലിലും പല വഴിക്കൊക്കെ പോകും. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു 2-3 വർഷം, ആ വർഷം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളുടെ ഒരു കാലയളവായിരിക്കും. അത് നല്ല ബന്ധമായിരിക്കണം നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് വന്നതിന് ശേഷം നോട്ട് എ സിംഗിൾ പേഴ്സണോട് എനിക്ക് ഒരു ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു എനിമിറ്റിയോ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സോ നമ്മളൊരു അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ഒരു ഗോഡ്സ് ഗ്രേസ് ഉള്ള ഒരു സ്ഥലമാണ് എന്നേ ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഈ വിഷ്വൽ മീഡിയയിലല്ലാതെ പുറത്തുള്ള ആളുകളോട് പറയാറുണ്ട്, മീറ്റിങ്ങിലൊക്കെ പോയി പ്രസംഗം പറയാറുണ്ട്, ലോകത്തിൽ രാവിലെ തൊഴിൽ തുടങ്ങുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ പുറത്തൊരു കർപ്പൂരം വെച്ച് ദീപം കത്തിച്ച് വിശ്വസിക്കാത്തവൻ അതിൽ പങ്കുചേരണമെന്നില്ല. പക്ഷേ സൈലൻ്റായിട്ട് അയാളുടെ ആ സൈലൻസാണ് ഏറ്റവും വലിയ മര്യാദ, സംസ്കാരം. ആ കംപ്ലീറ്റ് ക്രൂവും നടീനടന്മാരും ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഒരു നിമിഷം ദൈവമേ എന്ന് പറഞ്ഞിട്ട് മാത്രമേ എവിടെയെങ്കിലും ഒരു ഷൂട്ട് തുടങ്ങത്തുള്ളൂ. ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും. ഈ സംസ്കൃതി ഏതെങ്കിലും ഒരു ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ SI പറയുമ്പോൾ നമുക്ക് രാവിലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം എന്ന് പറയില്ല. എന്താണെന്നറിയാമോ, ഇത് നമ്മൾ സ്വയമായിട്ട് എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടെന്ന്, അഭിനയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് 90% ആൾക്കാർ നൈസർഗികമായിട്ടുള്ള വാസനകൾ കൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിൽ വരുന്നത്, പിടിച്ചു നിൽക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ആക്ഷൻ്റെയും കട്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾക്ക് യുക്തിയോടുകൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അന്നേരം ചെയ്ത് സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും ചാനലിൻ്റെയും തൃപ്തിക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിന് ദൈവത്തിൻ്റെ ഒരു താങ്ങും തണലും അനുഗ്രഹവും ഇല്ലെങ്കിൽ മുന്നോട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ പേഴ്സണലി അതെ. ആൻഡ് ഇപ്പോൾ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന് ഭയങ്കര പേഴ്സണൽ ഈ ക്യാരക്ടർ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഡ്രീം റോളായിരുന്നു, ഇത് ചെയ്യണം, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ഞാനത് ചെയ്തു. ഞാൻ ഇപ്പോഴും കാണുമ്പോഴും അത് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഏതായിരിക്കും പണ്ടത്തെ സിനിമകളിലൊക്കെ നോക്കുകയാണെങ്കിൽ? എനിക്ക് കൊട്ടാരക്കര ശ്രീധരൻ നായരൊക്കെ ചെയ്ത വേഷങ്ങൾ പറയുന്നത് അഹങ്കാരമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിർത്തിയില്ല. താങ്കളുടെ ചോദ്യത്തിന് ആത്മാർത്ഥമായിട്ട് ഒരു മറുപടി അറിയാം. പിന്നെ ഈ മോഹൻലാൽ, മമ്മൂട്ടി, ഇങ്ങനെയൊക്കെയുള്ള ആക്ടേഴ്സ് ചില വേഷങ്ങളൊക്കെ ചെയ്യുന്നത്, സൗദിത്തിലെ മോഹൻലാൽ, അങ്ങനെ അതുപോലെ തന്നെ ഈ പിന്നെ മമ്മൂക്ക ചെയ്തിട്ടായിട്ടുള്ള, മമ്മൂക്ക വളരെ സൗന്ദര്യമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ മുഴുവൻ മായച്ചു കളഞ്ഞിട്ട് ഒരു വികൃത രൂപത്തിലൊക്കെ ചില സിനിമകൾ ചെയ്തു, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന്റെ ഒരു ചങ്കൂറ്റമാണ്, ഡെഡിക്കേഷനാണ്. അത്തരം വേഷങ്ങൾ, അതായത് നമ്മളുടെ ഗ്ലാമർ കാണിക്കുന്നത് മാത്രമല്ല, അത്തരം വേഷങ്ങളൊക്കെ ചലഞ്ചിങ് ആണ്. ഇതൊക്കെ ആഗ്രഹങ്ങളാണ്, ആഗ്രഹിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മളത് ഒരു ഞാനും നാളെ അങ്ങനെ ആകും അല്ലെ ആകണമെന്നുള്ള വാശിയൊന്നുമല്ല, ആഗ്രഹം. താങ്കൾ ചോദിച്ച ചോദ്യം ആഗ്രഹം ഉണ്ടോ? ആഗ്രഹം തീർച്ചയായിട്ടും നല്ല കഥാപാത്രം ചെയ്യാൻ ഏതൊരു ആർട്ടിസ്റ്റും, സ്ത്രീ ആയാലും പുരുഷനായാലും. താങ്കൾ കണ്ടിട്ടുള്ള ഒരുപാട് സിനിമകളിലെ അത്തരം കഥാപാത്രങ്ങളെ പോലെ ഒരു കഥാപാത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഇപ്പോൾ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും, ചെമ്പൻ കുഞ്ഞ്, ചെമ്മീനിലെ അങ്ങനെ ഒരു കഥാപാത്രം. ലോകം എന്നും ആരാധിക്കുന്ന ഒരു കഥാപാത്രവും സിനിമയാണ് ചെമ്മീൻ. ചെമ്മീനിലെ കഥാപാത്രം ഒന്നുകൊന്നുകെല്ലാം കഥാപാത്രങ്ങളെല്ലാം ആ നടികടന്മാർ വളരെ കോമ്പറ്റീറ്റീവായിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അത്തരം ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ തരുന്നത് പലപ്പോഴും. അതാണ് ഒരു ആഗ്രഹം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞു സിനിമയുടെ സ്കെഡ്യൂൾ വേറെ, സീരിയലിന്റെ സ്കെഡ്യൂൾ വേറെ. സീരിയലിൽ കുറച്ചൊരു ഹാർഡ് വർക്കിംഗ് ആണ്, കാരണം 3 hours നമുക്ക് പറയുമ്പോൾ ഷൂട്ടിന് പോകണം, ഹെക്ടിക് ആവാറുണ്ട് പല ആർട്ടിസ്റ്റുകൾക്കും. സാറിന് പേഴ്സണൽ അങ്ങനെ ഹെക്ടിക് തോന്നാറുണ്ടോ? ഇങ്ങനെ ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് പോകേണ്ടി വരും, ലൊക്കേഷൻ മാറേണ്ടി വരും, കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു ദിവസം തന്നെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് 4-5 കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്ത്. അങ്ങനെ മെയിൽസിനുണ്ട് അങ്ങനെ, ഷർട്ട് ചേഞ്ച് ചെയ്യണം, മുണ്ട് ചേഞ്ച് ചെയ്യണം, പാൻസ് ചേഞ്ച് ചെയ്യണം. സാറിന് അത് ഹെക്ടിക് ആയിട്ട് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മളൊരു തൊഴിൽ ചെയ്യാൻ പോകുമ്പോൾ ആ തൊഴിലിനകത്ത് വരുന്ന എല്ലാ എലമെൻസും ബെയർ ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷനിൽ വേണം നമ്മൾ പോകാൻ. ദാറ്റ് ഇസ് എ ബേസിക് തിങ്. അത് ആക്ടിങ് മാത്രമല്ല. മരമെട്ടുകാരൻ 8 മണിക്കൂർ വെട്ടാൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ മൂർച്ചയുള്ള മഴുവും, അല്ലെങ്കിൽ മഴുവിന് മൂർച്ച കുറഞ്ഞാൽ അത് മൂർച്ച കൂട്ടി ചെയ്യുക എന്നുള്ള അവൻ്റെ ജോലിയാണ്. അത് വേറെ ആരും ചെയ്തു കൊടുക്കില്ല. അതുപോലെ തന്നെയാണ് അഭിനയം. ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ പറഞ്ഞല്ലോ 3 4 5 വേഷങ്ങൾ മാറണമെന്ന്. ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ IV ശശി സാറിൻ്റെ വൈഫ് സീമ ചേച്ചി എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവൾ യമുന എന്ന് പറഞ്ഞ സീരിയലാണ്. അതിലൊരു ദിവസം ഏതാണ്ട് 8 മുതൽ 12 വരെ സാരികൾ, എനിക്ക് കൃത്യണ്ണൻ്റെ ഇല്ല, എന്നാലും 8 സാരികൾ മിനിമം അവർ മാറിയിട്ടുണ്ട്. സാരിയും ബ്ലൗസും മാറുമല്ലോ. അപ്പോൾ അത്രയും, അതായത് ഞാനും ചേച്ചിയും വേറൊരു ആർട്ടിസ്റ്റും മാത്രമേ എന്നുള്ളൂ. അതുപോലെ സ്മാർട്ടായിട്ട് ചാർട്ട് ചെയ്തേക്കുവാണ്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ, രാവിലെ തൊട്ട് വൈകോളം. അപ്പോൾ ഞാൻ ചേച്ചിയിൽ കണ്ട ഒരു വലിയ ഭാവം, ഒരു പ്രാവശ്യം പോലും ഒരു അനോയിഡായില്ല. ഇതെന്താ ഇതെത്ര പ്രാവശ്യം സാരി മറന്നു,
ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അതാണ് പ്രൊഫഷണലിസം. അവർ മാഡം 8:30 ലൊക്കേഷനിൽ നിന്ന് പോകും, 9:30 വരെ നിൽക്കില്ല. അത് അവരുടെ എഗ്രിമെൻറ്റിലുണ്ട്. അതെ അതെ. ഒരുപക്ഷെ 8 മണിക്കേ വരുള്ളൂ. അതും അവരുടെ എഗ്രിമെൻറ്റ് പറഞ്ഞു, ഞാൻ 8 മണിക്കേ വരുള്ളൂ. പക്ഷെങ്കിൽ പണി ചെയ്യുന്നതിനിടയ്ക്ക് വേഷം കൂടുതൽ മാറണമെന്ന് പറയുമ്പോൾ അതൊക്കെയാണ് അവർ അനുവോടാകുന്നില്ല. അവർ ലൊക്കേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതാണ് നമ്മൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ അല്ലെ സഹപ്രവർത്തകർ കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെ പക്ഷേ ചിലർ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. ഇത് നമ്മൾ ബൗണ്ട് ടു ഡൂ ദാറ്റ്. നമുക്ക് സ്കൂളിൽ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടികൾക്ക് പോകാൻ പറ്റില്ല. മിലിറ്ററിക്കാർക്കൊരു പരേഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്നാൽ ജീൻസും ടീഷർട്ട് ഇട്ട് പോകാൻ, എന്നിട്ട് മിലിറ്ററിക്കാരൻ വിചാരിച്ചിട്ടില്ല. നോ, യു ഹാവ് ടു ഫോളോ ദ റൂൾ, അതർവൈസ് യു ഗെറ്റ് ഔട്ട്. അത് തന്നെയാണ് ഇവിടെ. അങ്ങനെയാണ്. ഇപ്പൊ അതുപോലെ തന്നെ സാറിന് ആൾക്കാർ നമുക്കറിയുന്നത് സിനിമ സീരിയൽ കണ്ടിട്ടാണ്. മോഹൻ ചേട്ടൻ ആസ് എ പേഴ്സൺ എന്താണ് ഒരു വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ? ഞാൻ എന്താണെന്നോ ഒരു വേർഡിൽ കാരണം നമ്മൾ സാറിന്റെ സീരിയൽ കുറെ വേഴ്സൽ ക്യാരക്ടേഴ്സ്, വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്, നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ സാറിന് അറിയാത്ത ഒരാൾ സാറിനോടൊന്ന് ചോദിക്കുകയാണ്, സാറിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ ഒരു വേർഡിൽ എന്തായിരിക്കും? ഐ എം എ ഹ്യൂമൻ ബീങ് എന്നുള്ള സിമ്പിൾ കാര്യം, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എത്രമാത്രം എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും പറ്റുന്നോ അതിനാണ് എൻ്റെ ഒരു ഈശ്വരൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ട് കഴിയുക. അതിപ്പോൾ ഈ അഭിനയിക്കുന്ന സമയത്തും ലൊക്കേഷനിൽ മാത്രമല്ല, ജീവിതത്തിൽ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിക്കുക. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ആരാണെന്ന് വിലയിരുത്തേണ്ടത് ഒരിക്കലും നമ്മളല്ല, മറ്റുള്ളവരാണ് വിലയിരുത്തേണ്ടത്. ആ ഒരു ബോധം പക്ഷേ എനിക്കുണ്ടാവണം. മറ്റുള്ളവർ അറിഞ്ഞോ അറിയാതെ എന്നെ വിലയിരുത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം. അതാണ് പേഴ്സണൽ ആൻസർ അതിന്. ഓക്കെ. ആൻഡ് ഇപ്പോൾ കുറേ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗ മാനേജിങ് ഫാമിലി ലൈഫൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനിടയ്ക്ക്? കാരണം നമുക്ക് ഷൂട്ടിങ് പോകുന്ന എവറി ടൈം ഫാമിലിനെ കാണാം. ഡെഫിനറ്റ്ലി വർക്ക് ഈസ് വർക്ക്, നമുക്കറിയാം. എങ്ങനെ ഫാമിലിക്ക് വേണ്ടി ടൈമൊക്കെ കണ്ടെത്തുന്നു ചേട്ടൻ? സീരിയൽ സെറ്റും സിനിമ സെറ്റും ഒക്കെ പോയി. ഞാൻ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു കലാകാരന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു കുടുംബത്തിൽ പിറന്നതല്ല. എൻ്റെ വൈഫും അങ്ങനെയല്ല. എനിക്കിങ്ങനെ ഒരു നൈസർഗിക വാസനയുണ്ട്. എന്നെ അങ്ങനെ ആരും പ്രൊമോട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പശ്ചാത്തലം അങ്ങനെ ആയിരുന്നില്ല. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടോ ഒരു പട്ടാളക്കാരനോ ഒരു അധ്യാപകനോ വല്ലതും ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പക്ഷേ ഞാൻ വീട്ടിൽ കലാപമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ പേരിൽ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട സമയത്ത് നോക്കിയിട്ട് ഇപ്പോഴും നോക്കുന്നുണ്ട്. നമ്മുടെ ഫാമിലിയുടെ ഒരു പിന്തുണ ഇതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ ഇല്ല എങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഈ പണി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് മനസ്സിൻ്റെ ഒരു വ്യാപാരമാണ്. ആ വ്യാപാരത്തിൽ നമുക്ക് വീട്ടിൽ ഇപ്പോൾ എവിടെയാണ്, എപ്പോൾ വരും, ഇപ്പം ആരുടെ അടുത്ത് ഇപ്പോൾ വന്ന ഫോൺ ഏതാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു സംവിധാനം വീട്ടിലുണ്ടെങ്കിൽ അത് ഭാര്യ ആയിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾക്കൊരു ഇത് വളരെ കോൺസെൻട്രേറ്റ്. മറ്റൊരാളുടെ പറയുന്ന ഡയലോഗ് നമ്മൾക്ക് പറയേണ്ട, നമ്മുടെ കഥാപാത്രം ആരാണ്, എന്താണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പ്രത്യേക പ്രതലത്തിൽ പ്രത്യേക ഒരു ധൂമകേതുവിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, ഒരു പുകയ്ക്കകത്ത് നിന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ നമ്മുടെ ശ്രദ്ധ മാറ്റാൻ എന്തെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ വളരെ കാര്യമായിട്ട് അത് ബുദ്ധിമുട്ടായിക്കോല്ലേ. ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എനിക്ക് അങ്ങനെ രാവിലെ തട്ടി എഴുന്നേപ്പിച്ചിട്ട് ചേട്ടാ പ്ലീസ് എഴുന്നേൽക്കൂ, സിനിമയിൽ അഭിനയിക്കാൻ പോകും, സീരിയൽ അഭിനയിക്കാൻ പോകും എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊന്നും എൻ്റെ വീട്ടിലില്ലെങ്കിൽ തന്നെ they will never ever disturb me. അതാണ് എൻ്റെ ഭാഗ്യം. അവർക്ക് അറിയാൻ ഞാൻ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ അവർക്കൊരു കോൺഫിഡൻസും കൊടുത്തിട്ടുണ്ട്. വോട്ട് ഐ ആം, ഞാൻ പോയാൽ ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകും, ഞാനൊരു തൊഴിൽ ചെയ്യാൻ പോവുകയാണെന്നുള്ള ബോധം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ചെയ്തിട്ടുള്ള സീരിയൽ ക്യാരക്ടേഴ്സിൽ കഥാപാത്രത്തിൽ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ചെയ്യാനിടോ കുറച്ച് അധികം പ്രിപ്പറേഷൻ, എല്ലാ ക്യാരക്ടറിനും നമുക്കറിയാം കുറച്ച് പ്രിപ്പറേഷൻസ് വേണമെന്നറിയാം, പക്ഷേ ചേട്ടന് കുറച്ചും കൂടെ ഇത് കുറച്ചൊരു ടഫാണ്, കുറച്ച് ഇതിനകത്തോട്ട് ചെന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയത് ഒരു കഥാപാത്രം ഏതായിരിക്കും ചേട്ടൻ ഇത്രയും ഇയേഴ്സിൽ ചെയ്തതെന്ന് ആലോചിക്കുകയാണെങ്കിൽ പെട്ടെന്ന്? അൽഫോൻസാമ്മയുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കുറേ മുന്നേ ആയിരുന്നില്ല? കുറേ മുന്നേ. അതെ, അത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, അൽഫോൻസാമ്മ, മഹാത്മാഗാന്ധി, ഇങ്ങനെയുള്ള കുറേ ഐക്കൺസ് ഉണ്ട്. അവരെക്കുറിച്ചൊക്കെ അവരുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കെല്ലാം ഹൃദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ആളെ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ വളരെ പ്രയാസപ്പെടും. കാരണം നമ്മളുടെ ചെറിയ ചലനങ്ങൾ പോലും ഇതാണ് ഇയാളെന്ത് കാണിക്കുന്നത് എന്ന് തോന്നത്തക്ക രീതിയിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട് അടുത്ത്. പിന്നെ വാനമ്പാടി പോലെയുള്ളൊരു സീരിയൽ ചെയ്യുമ്പോൾ, ഞാൻ സീരിയലിൻ്റെ കാര്യം മാത്രമാണ്, വാനമ്പാടി പോലുള്ള സീരിയൽ ചെയ്യുമ്പോൾ നവരസങ്ങളും ആ കഥാപാത്രത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ അത് എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, അതായത് കണ്ണിൽ കൂടെ കണ്ണീര് ഒലിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും കള്ളത്തരമാണ് പറയുന്നതെന്ന് എനിക്കറിയാം. അതെ, അങ്ങനെയാണ് ക്യാരക്ടർ. അത് അങ്ങനെയാണ് ക്യാരക്ടർ. അതായത് ആ മുഖം ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്, ഇപ്പം ശരിയായി വരുന്നുണ്ട് അമ്മച്ചി എന്നുള്ളൊരു ഫീലാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ചെയ്തില്ലെങ്കിൽ പാളിപ്പോവും. പിന്നെ ഇപ്പം ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള എൻ്റെ ഒരു ഗായത്രി ദേവി, എൻ്റെ അമ്മ മഴവിൽ മനോരമയിൽ ചെയ്തപ്പോൾ എനിക്ക് ഭാര്യയില്ല. എൻ്റെ മകളുടെ 3ാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ചു. എൻ്റെ വീട്ടിലൊരു തുടക്കം മുതലേ ഒരു പെൺകുട്ടിയുണ്ട്, യൗവനയുക്തിയായ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ഇവൻ എൻ്റെ കാര്യങ്ങൾ പോലും നോക്കുന്നത്. അത് ഒരു ശകലം പിഴച്ചു പോയാൽ ഞങ്ങൾ രണ്ടുപേരും ഒരല്പം ഞങ്ങളുടെ റെൻഡറിങ്ങിലോ അല്ലെ ഞങ്ങളുടെ ഭാവചേഷ്ടകളിലോ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു കീപ്പാണെന്ന് തോന്നാം വേണമെങ്കിൽ. പക്ഷെ ഒരിക്കലുമല്ല. ഞാൻ മാന്യമായിട്ട് ഒരു മാനേജറെ പോലെ ഞാൻ ആശ്രയിക്കുന്ന, എൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ പോലും പങ്കിടാൻ പ്രാപ്തിയുള്ള ഒരു ലേഡിയാണത്, ഉത്തരവാദിത്ത ലേഡി. നേരെ തിരിച്ച് അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാത്തൊരു ഒരു സ്ത്രീയാണ് അവർ. എൻ്റെ സ്വകാര്യതയിലേക്ക് കടന്ന് ആക്രമിക്കാത്ത ഒരു സ്ത്രീയാണ് അവർ. അപ്പോൾ ഇത്തരം ചില വേഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതെ. സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. വളരെ സന്തോഷം ഇങ്ങനെ ഒരു സ്പേസ് നമുക്ക് തമ്മിൽ സമ്മതിക്കുവാൻ കിട്ടിയതിൽ. മൂവി വേൾഡ് വീഡിയോ ഇത് ആദ്യമായിട്ടല്ല ആത്മയുടെ കൂടെ കൂട്ടുകൂടുന്നത്. ആ കൂട്ട് ഓരോ വർഷം കഴിയുമ്പോഴും ദൃഢമായി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരവസ്ഥയാണ് ഇന്ന്. മൂവി വേൾഡിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു വൺസ് അഗൈൻ.